നീ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. നാം ശുക്രമഹർഷി ഏകജാതി മത സന്ദേശവാഹകനായി ദക്ഷിണ ഭാരതത്തിൽ ഒരു മഹാപുരുഷൻ അവതരിക്കുമെന്ന് നാം പ്രവചിച്ചില്ലേ? ഇതാ അതിന് സമയമായിരിക്കുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമം ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഈ ഗ്രാമത്തിലും നടമാടിയിരുന്നെങ്കിലും ഇവിടുത്തെ ഗ്രാമീണർ മാവേലി മന്നനെ വരവേൽക്കാൻ മറന്നില്ല. കൊല്ലവർഷം 1032 ചിങ്ങമാസത്തിലെ ചതയം നാളിൽ വയൽവാരത്ത് വീട്ടിൽ മാടനാശാനും കുട്ടിയമ്മയ്ക്കും ഒരു ശിശു പിറന്നു. വളരെ വിശേഷപ്പെട്ട ഗ്രഹനിലയിൽ ജനിച്ച ഈ കുഞ്ഞ് മാലോകർക്കെല്ലാം ആരാധ്യനാകും. ഇവനെ നമുക്ക് നാരായണൻ എന്ന് നാമകരണം ചെയ്യാം. കുട്ടിക്കാലത്ത് നാണു ചുണയും ചുറുചുറുക്കുമുള്ള ഒരു കുസൃതിക്കുടുക്ക മാത്രമായിരുന്നില്ല, വിനയവും വൃത്തിയുമുള്ള ഒരു വിവേകി കൂടിയായിരുന്നു. ഇന്നലെ നാം സമാസം പഠിച്ചു. ഇന്ദുസുന്ദരം. വിഗ്രഹം പറയൂ. അടുത്തയാൾ പറയൂ. അടുത്ത കൊമ്പിൽ അതേവിടെ തൂങ്ങിയാട്ടെ. വിദ്യാലയ തലം മുതൽക്കേ നാണുവിന്റെ ഉള്ളിൽ മനുഷ്യത്വത്തിന്റെ നാമ്പുകൾ വളരുവാൻ തുടങ്ങി. നാൾക്കുനാൾ കുട്ടിക്കളിയും കുസൃതിത്തരങ്ങളും നാണു അവസാനിപ്പിക്കുകയും പകരം എല്ലാ കാര്യങ്ങളിലും തികഞ്ഞ പക്വത കൈവരിക്കുകയും വീട്ടുജോലികളിലും കൃഷിവേലകളിലും വ്യാപൃതനാവുകയും ചെയ്തു. എന്നിരുന്നാലും നാണുവിന്റെ ജ്ഞാനതൃഷ്ണ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ നാണു വാരണപ്പള്ളിയിൽ രാമൻപിള്ളയാശാന്റെ ഗുരുകുലത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിനു പോയി. സംസ്കൃതത്തിലും മലയാളത്തിലും പാണ്ഡിത്യം നേടിയ ശേഷം നാണു വീട്ടിലേക്ക് മടങ്ങി. ലൗകിക ജീവിതത്തിൽ വിരക്തി തോന്നി തുടങ്ങിയ നാണുവിനെ മുറപ്പെണ്ണായ കാളിയമ്മ സദാ സ്വപ്നം കണ്ടിരുന്നു.
ഇതാര് കാളിയമ്മയോ? എപ്പോഴെത്തി? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഇതെന്താ അണ്ണാ? ഇത് ബൈബിൾ, ക്രിസ്ത്യാനികളുടെ വേദപുസ്തകം. അയ്യോ, അണ്ണൻ വേദം ചേരാൻ പോവാ? അപ്പൊ ഭഗവതി ചേച്ചി പറഞ്ഞത് നേരാ? എന്തു പറഞ്ഞു? അണ്ണനിപ്പോ രാമായണോ ഭാഗവതോ ഒക്കെ ഉപേക്ഷിച്ച് ബൈബിളും ഖുറാനോ വായിക്കണമെന്ന്. ശരിയാണ്. എന്നെ ശല്യം ചെയ്യാതെ ഞാനൊന്ന് വായിച്ചോട്ടെ. നമുക്ക് വീട്ടിലേക്ക് പോകാം അണ്ണാ. കാളി പൊയ്ക്കോ, ഞാൻ പുറകെ വന്നേക്കാം. കാളി, മുറപ്പെണ്ണായ നീയല്ല, സാക്ഷാൽ കാളി ദേവി തന്നെ വന്ന് വിളിച്ചാലും ഇവന്റെ കയ്യിൽ അച്ചടി പുസ്തകം കിട്ടിയാൽ അത് അരച്ച് കലക്കി കുടിച്ചിട്ട് എവിടെ വരെയായി? പഴയ നിയമം കഴിഞ്ഞു, പുതിയ നിയമം തുടങ്ങി. ഇതൊക്കെ വായിച്ച് വായിച്ച് എൻ്റെ മോൻ ഹിന്ദുമതത്തിലും പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുമോ? ചിലപ്പോ വേണ്ടിവരും. എല്ലാ മതഗ്രന്ഥങ്ങളിലും പാണ്ഡിത്യം നേടിയ ശേഷം നാണു നാടുവിട്ട് നാണു ആശാനായി. ശിവപ്രേമപിണ്ഡം പരസ്വർണവർണം പ്രസദന്തഖണ്ഡം സദാനന്ദപൂർണം. നാണു, നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. ചിറയിൻ കീഴ്, കടയ്ക്കാവൂർ, ഇപ്പോഴിതാ അഞ്ചുതങ്ങ. ഞാനിവിടെ ഒരു പള്ളിക്കൂടം. ഉവ്വ് ഞാൻ അറിഞ്ഞു നീ നാണുവാശാനായ വിവരം. ഇപ്പോ ആൾക്കാരുടെ നാവിൽ നീ രചിച്ച അഷ്ടകങ്ങളാ. ഞാൻ ധന്യനായി കുഞ്ഞെ. നീ നിന്റെ അച്ഛനേക്കാൾ മഹാനാകും. അച്ഛൻ്റെയും അമ്മയുടെയും വിശേഷങ്ങളൊക്കെ? വർഷമൊന്ന് കഴിഞ്ഞെൻ്റെ കുഞ്ഞ്, നിന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട്. കരയുന്നു? മരണത്തിൽ കണ്ണീർ വാർക്കുന്നത് അർത്ഥശൂന്യമാണെന്നറിയാം. പക്ഷേ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ലമ്മാവ, ഇനി ഞാൻ വീട്ടിലേക്കില്ല. എനിക്ക് എൻ്റെതായ ലക്ഷ്യമുണ്ട്. നിത്യബ്രഹ്മചാരിയായി മാറിയ നാണുവാശാൻ ഈശ്വര ദർശനത്തിനായി മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കുവാൻ പോയി. ഫലപത്രമൂലാദികൾ മാത്രം ഭക്ഷിച്ച് വന്യമൃഗങ്ങളുടെ കളിത്തോഴനായി പല അത്ഭുത സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച നാണുവാശാൻ നാണുയോഗിയായി മാറി. അദ്ദേഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റി പീഡിതർക്കും രോഗികൾക്കും അത്താണിയായി. എന്നെ മറുനശിച്ചതാ തമ്പ്ര. ഇനി ശാന്തസേവ ചെയ്താലേ ഈ തീരം മാറത്തുള്ളു. എന്നെ പോലുള്ള നാടജാതിക്കാർക്ക് ഈ മാതിരി തീരം പിടിക്കത്തുള്ളു. വളവ, നിന്നെ ആര് ശപിച്ചതല്ല. അസുഖത്തിന് പണ്ഡിതനെന്നോ മേൽജാതിയെന്നോ പണമുള്ളവനെന്നോ ഒന്നുമില്ല. ചിലർക്ക് രോഗത്തെ ചെറുത്തു നിൽക്കുവാനുള്ള ശാരീരിക പ്രകൃതി ഉണ്ടായിരിക്കും, ചിലർക്കത് കാണില്ല. ചാത്തൻ സേവയൊന്നും കൂടാതെ നിന്നെ ഞാൻ ചികിത്സിച്ച് ഭേദമാക്കാം. നിന്റെ ശുദ്ധിക്കുറവാണ് രോഗം മൂർച്ഛിക്കാൻ കാരണം. എന്നെ കുളിപ്പിച്ച തമ്പ്ര അശുദ്ധമായത് പോട്ടെന്റെ ദൈവങ്ങളെ.
ഏന് മരുന്നും പുരട്ടി തന്ന തമ്പ്രാനീയ മാറാരോഗം പിടിക്കൂലേ? ശരീരവും വസ്ത്രവും വൃത്തിയാകണം. ഉടുത്തിരിക്കുന്ന വസ്ത്രം മാറ്റി ദാ ഈ മുണ്ടെടുത്തോളൂ. കുലവുമകന്നു കുടുംബവുമങ്ങനെ മലയിലിരുന്നു മഹേശ്വര സേവനം കലയതു കാലമനേക ഭയം ഭവാൻ തലയിൽ വിധിച്ചതു സമ്മതമായി വരും തലയിൽ വിധിച്ചതു സമ്മതമായി വരും. ഗുരുസ്വാമിയെ കാണുന്നില്ലല്ലോ. ഗുരുസ്വാമിയുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? വിഗ്രഹമല്ലേ? കണ്ടിട്ട് ശിവലിംഗം പോലുണ്ട്. അത്ഭുതമായിരിക്കുന്നു. ആ ശിലാഖണ്ഡം അരുവിപ്പുറത്തുള്ള ഒരു പാറമേൽ പ്രതിഷ്ഠിച്ച് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കി. ഇയാൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടെന്നാ കേട്ട് കേൾവി. ഏത് ശാസ്ത്രത്തിലാണോ? ഈഴവന് പ്രതിഷ്ഠാകർമ്മം വിധിച്ചിരിക്കണേ. അതൊക്കെ ബ്രാഹ്മണർക്കുള്ളതാണല്ലോ. അതിന് ബ്രാഹ്മണ ശിവനെ അല്ലല്ലോ, നാം നമ്മുടെ ശിവനെയല്ലേ പ്രതിഷ്ഠിച്ചത്. എഴുതാനും വായിക്കാനും അറിയണം. സ്വാതന്ത്ര്യം നേടിയല്ല വിദ്യ നേടേണ്ടത്, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുവിൻ. തൽക്കാലം ഇവിടെ അടുത്ത് വക്കത്ത് ഒരു പാഠശാല നാം പണിയുന്നുണ്ട്. കുമാരുമായിരിക്കും അവിടുത്തെ ആശാൻ. ആർക്കു വേണമെങ്കിലും യഥേഷ്ടം അവിടെ പഠിക്കാം. കൂടാതെ ശിവഗിരിയിലും സമീപഭാവിയിൽ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാശാല നിർമ്മിക്കുവാൻ നാം ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പ്രശാന്തസുന്ദരമായ ഈ ശിവഗിരിയിൽ വിദ്യാദേവിയെ ശാരദയെ പ്രതിഷ്ഠിച്ച് ഒരു മഠവും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. അമി, ഞാൻ നേരത്തെ വന്നപ്പം കൽക്കണ്ടമാണെന്നും പറഞ്ഞ് കർപ്പൂരം തന്നല്ലേ? ഞാൻ സ്വല്പം കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് എന്നെ കളിപ്പിക്കണ്ട. ആ ആ
ആ ആ ആ ആ ആ. ദാ ഇത് കഴിച്ചു നോക്കൂ. സാക്ഷാൽ കൽക്കണ്ടം തന്നെ, നല്ല മധുരം. ആണോ? അത് കർപ്പൂരമാണല്ലോ. താമി എന്നെ വീണ്ടും കളിപ്പിക്കുക. ഒന്ന് കത്തിച്ചു നോക്കൂ. ഇതെന്ത് മന്ത്രം താമി? ഇത് മന്ത്രമല്ല, മദ്യത്തിന്റെ മറിമായമാണ്. വിഷം കഴിച്ചാലും മധുരിക്കും. ആ, അപ്പോ ഞാൻ കഴിച്ചത് വിഷമാണോ? മദ്യം വിഷമാണ്. അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. മതം മാറണമെന്ന് ചിലർക്കെല്ലാം അഭിപ്രായമുണ്ട് സ്വാമി. മനുഷ്യൻ നന്നായാൽ പോരെ അയ്യപ്പ. മനുഷ്യൻ നന്നാകാൻ ബുദ്ധന്റെ ഉപദേശങ്ങളാണ് നല്ലത് ഗുരുവേ. ക്രിസ്തുവിന്റെ ഉപദേശം നന്നല്ലേ? നബിയുടെ ഉപദേശങ്ങളും കൊള്ളാമല്ലോ. എല്ലാ മതങ്ങളിലും യോഗ്യരും അയോഗ്യരും ഉണ്ടാവും. അപ്പോൾ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. സ്വാമിയെ ദർശിച്ച മാത്രയിൽ ടാഗോറിന്റെ ഹൃദയത്തിന് വല്ലാത്ത മാറ്റമുണ്ടായതായി അദ്ദേഹം ഗുരുവിനെ അറിയിച്ചു. താൻ ലോകത്തിന്റെ പല ഭാഗത്തും സഞ്ചരിച്ചു വരികയാണെന്നും ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിരുന്നുവെന്നും നാരായണ ഗുരുവിനേക്കാൾ മികച്ചതായ ഒരു മഹാത്മാവിനെ താൻ എങ്ങും കണ്ടിട്ടില്ല എന്നും ടാഗോർ അഭിപ്രായപ്പെട്ടു. സർവമത സമ്മേളനത്തിന്റെ ഈ സമാപന ചടങ്ങിൽ ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികൾ നൽകിയ സന്ദേശം ഞാനിതാ വായിക്കുന്നു. എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനം വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിനായി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. എന്തെന്നാൽ പല മതസാരവും ഏകമാകുന്നു. ഒരിക്കൽ മഹാത്മാഗാന്ധി ശിവഗിരി മഠം സന്ദർശിക്കുകയും ശ്രീനാരായണ ഗുരുസ്വാമികളുമായി പല വിഷയത്തെക്കുറിച്ചും തമ്മിൽ സംസാരിക്കുകയും അവിടെ കണ്ട ചില കാഴ്ചകൾ ഗാന്ധിജിയെ ഹഠാത് ആകർഷിക്കുകയും ചെയ്തു. ആ അന്തരീക്ഷം ലോകം മുഴുവൻ വ്യാപിച്ചു കാണാൻ ഗാന്ധിജി ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം ഗുരുവിനെ അറിയിച്ചു. അങ്ങ് കളവങ്കോടത്ത് കണ്ണാടി പ്രതിഷ്ഠിച്ചു. കണ്ണാടിയിൽ ദൈവമുണ്ടോ? കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൽ നീയുണ്ട്. നിന്നിൽ തന്നെ ദൈവം കുടികൊള്ളുന്നു. നീ നിന്നെ ഭജിക്കൂ. പോരെങ്കിൽ ഓമുണ്ടല്ലോ.
എന്റെ മകൾ ജനിച്ചിട്ട് ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല സ്വാമി. ഊമയായിരുന്നു ഇവരുടെ ആദ്യത്തെ ശബ്ദമാ ഇപ്പൊ ഇവിടെ കേട്ടത്. ഇനി പുറത്തുപോയി പ്രാർത്ഥിക്കൂ. ഗുരുദേവൻ എല്ലാവരുടെയും സുഖക്കേട് തീർത്തുവിടുന്നുണ്ടല്ലോ. അവിടുത്തെ സുഖക്കേട് എന്തുകൊണ്ട് തീർക്കാൻ കഴിയുന്നില്ല? ശരീരമല്ലേ ഉള്ളൂരേ. സ്വാമികൾ പറഞ്ഞ എത്ര പരമാർത്ഥം. മനസ്സിനല്ല ശരീരത്തിനല്ലേ സ്വാമികൾക്ക് അസുഖം. ശരീരം ഒരു നാൾ ജീർണിക്കാതിരിക്കില്ലല്ലോ. രാമാനന്ദ, ദൈവദശകം ചൊല്ലൂ. നമുക്ക് പോകാൻ സമയമായി. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വാഴണം വാഴണം സുഖം. This part of the feature film is sponsored by Nagarjuna Herbal Concentrates Limited. This part of the feature film was sponsored by Nagarjuna Herbal Concentrates Limited.